എന്താ മോളെ അവൻ തരാൻ പോണത്? എനിക്കറിയില്ല സർ. എന്താടാ ഇത്? അത് അച്ഛൻ തന്നെ തുറന്നു നോക്ക്. ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ്. ദിസ് ഈസ് മൈ ഫാമിലി, മൈ ഹോൾ ഫാമിലി. ദിസ് ഈസ് അവർ ഫാമിലി, ഞങ്ങളുടെ സന്തുഷ്ടമായ കുടുംബം. മമ്മി പെട്ടെന്ന് എടുത്തൊരു തീരുമാനം ഡാഡിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാന്നുള്ളത്. ഇൻവിറ്റേഷനിൽ നിന്ന് അവളുടെ പേര് ഒഴിവാക്കിയപ്പോ എന്തോ വലിയ വിജയ സ്വപ്നം കണ്ടു. അതേട്ടൻ തകർത്തു. ഫംഗ്ഷനിൽ നിന്ന് അവളെ മാറ്റി നിർത്തുന്നതിൽ ഒരു പരിധി വരെ വിജയിച്ചു. പക്ഷെ ഡാഡിയായിട്ട് അതും തകർത്തു. അത്ര ആളുകളുടെ മുൻപിൽ നമ്മൾ ഒന്നും അല്ലാതായിപ്പോയി മമ്മി. മമ്മിയും ഞങ്ങളും ഇല്ലാതെ കേക്ക് കട്ട് ചെയ്യില്ലെന്ന് ഡാഡി ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഈ കുടുംബത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു വില ഉണ്ടായേനെ. പക്ഷെ ഡാഡിയുടെ തീരുമാനം ആ വേലക്കാരിക്ക് വേണ്ടിയായിരുന്നു. ആന്റി ക്ഷണിച്ചവരുടെ കൂട്ടത്തിൽ വലിഞ്ഞു കയറി വന്നവരാ ആ വിവേക് ഭാരതി. അവർക്ക് കിട്ടിയ പരിഗണന പോലും ഈ ചടങ്ങിൽ നമുക്ക് കിട്ടിയില്ല. എല്ലാത്തിനും പുറമെ അവസാനം അളിയന്റെ വക ഒരു പ്രസന്റും. ആന്റി കണ്ടില്ലായിരുന്നോ? അങ്ങനൊരു ഫോട്ടോ ഇവിടെ ആരും എടുത്തിട്ടില്ല. ഫോട്ടോ എടുക്കേണ്ട കാര്യം എന്താ? ഇപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. മിക്കവാറും ബർത്ത്ഡേ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ഏട്ടൻ നാളെ അത് പത്രത്തിൽ പ്രദർശിപ്പിക്കും. അപ്പൊ പിന്നെ എല്ലാരും കണ്ടോളൂ ഐക്യത്തോടെയുള്ള പത്മയുടെ കുടുംബത്തിന്റെ ഫോട്ടോ. മതി മതി, അവളുടെ കൂടെ ഒരു ഫോട്ടോയ്ക്ക് ഇരിക്കുന്നത് കൂടി എനിക്ക് നാണക്കേടാ. അച്ഛനും മോനും കൂടി ആ നിലയ്ക്കാ എന്നെ തോൽപ്പിച്ചു കളഞ്ഞത്. ശരിക്കു പറഞ്ഞ യാഥാർത്ഥ്യം ഇല്ലാത്ത ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാം മമ്മി. അത് കൊള്ളാവുന്ന ഒരു ഐഡിയ ആണ് ആന്റി. നമ്മുടെ ഐഡന്റിറ്റി അപമാനിക്കുന്നതാണെന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. ഒന്നുമില്ലെങ്കിലും അങ്ങനെ ഒരു ഫോട്ടോ പ്രദർശിപ്പിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എന്തായി പറയുന്നേ? അങ്ങനെ ഒരു കേസിന് ഇറങ്ങി തിരിച്ചാ ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. ചാനലുകളിൽ ചർച്ചയാവും. വാർത്തയില്ലാത്ത ഓൺലൈൻ മീഡിയക്കാര് തേടി വരും.